അതെ, പാചകത്തിന് വേണ്ടി എഴുന്നേക്കാൻ അലാറം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഇരിപ്പിരുന്നിട്ട് നേരെ അതിന് എഴുന്നേറ്റ് പോയാലേ പിന്നെ ക്ഷീണം പിടിച്ചെടുത്താൻ പറ്റില്ല. കിടക്കാൻ നോക്ക്. കിടക്കടോ, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാവും. അതെ, നാളെ മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ളതാ. ജോലി ഒതുക്കാതെ പോകാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല. അമ്പലത്തിൽ പോകുമ്പോ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തീർത്തോളാം. എന്നാ പിന്നെ കിടന്നുറങ്ങും. ഗൂഗിൾ പ്രിയങ്ക റെഡി? ആ റെഡി സർ. റോൾ ക്യാമറ ആക്ഷൻ. എന്റെ തോൽവി കാണാൻ നിനക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തോൽക്കണമെന്ന് ഈശ്വരൻ തീരുമാനിക്കാത്തിടത്തോളം അത് സാധ്യമല്ല. നീ പണം കൊടുത്ത് പലതും വിലയ്ക്ക് വാങ്ങിച്ചേക്കാം. പക്ഷെ അത് മുഴുവൻ തെരഞ്ഞാലും എന്റെ ആത്മാഭിമാനം അതിനകത്തുണ്ടാവില്ല. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, കണക്കുകളെല്ലാം ഒന്നിച്ചു തീർക്കാൻ വേണ്ടിയാ ഈ മായ നിന്റെ മുന്നിൽ എത്തിയെന്ന്. ആൻഡ് ഇതാണ് സമയം, കണക്ക് പറച്ചിലിന്റെ സമയം. എന്തോന്ന് കട്ട്? എന്താ? പ്രിയങ്കമ്മോളുടെ അഭിനയൊക്കെ നന്നായിരുന്നു. കൂടെ ഒരുത്തി നിൽക്കുന്നുണ്ടല്ലോ, അവൾ എന്തോന്നാ ഈ കാണിക്കുന്നേ? ശ്രീത്തെ, എനിക്ക് സമാധാനമായിട്ട് സീൻ ഷൂട്ട് ചെയ്യണം. അതിന് ശല്യമാകുന്ന ഒന്ന് ഈ സെറ്റിൽ ഉണ്ടാവരുത്. എക്സ്ക്യൂസ് മീ, നിങ്ങളിപ്പോ സംസാരിക്കുന്നത് എന്റെ തൊഴിലിനെ കുറിച്ചാണ്. ഞാൻ ഈ ജോലി ചെയ്യാൻ പ്രാപ്തനല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പൊ തോന്നിയിട്ട് എന്താ കാര്യം? കുളം കുഴിച്ച് അതിന്റെ നടുവിലേക്ക് ചാടിപ്പോയില്ലേ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ സംസാരിക്കാം സാർ. അത് മാറി നിൽക്കണം. കുറെ ദിവസങ്ങളായി സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്താ മേഡം നിങ്ങളുടെ പ്രശ്നം? സർ, മുത്തശ്ശി അറിയാതെ. എന്തോന്നറിയാതെ? ഇയാളെന്താ വലിയ പണ്ഡിതനോ? ഇയാളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ഇയാളോട് ആരും സംസാരിക്കാൻ പാടില്ല. ഇതെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? മുത്തശ്ശി, ഒരു സിനിമയുടെ ഡയറക്ഷൻ എന്താന്ന് നിങ്ങൾക്കറിയോ? ഓ അറിയാം. വേണമെങ്കിലേ നിന്നേക്കാളും നന്നായിട്ട് ചെയ്യാനും അറിയാം. ഗൂഗിൾ അതിങ്ങി തന്നെ എങ്കിലൊന്ന് കാണട്ടെ. ഒരു സീൻ മൊത്തം ഒന്നും വേണ്ട, ജസ്റ്റ് എ ഷോട്ട്. നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ. നിങ്ങളെപ്പോലൊരു വിവരം കെട്ട സ്ത്രീയോട്
എന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ കഠിനാധ്വാനത്തിനെ കുറിച്ചോ കൂടെ കൂടെ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഏതെങ്കിലും വഴിക്ക് കാശുകാരായി കഴിഞ്ഞാ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, എന്ത് വേണമെങ്കിലും വിലക്കെടുക്കാന്ന്. അത് വെറും തോന്നൽ മാത്രമാണ് മാഡം. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പണപ്പെട്ടിയുടെ മുകളിൽ കയറിയിരുന്ന് നിങ്ങൾ തമാശ പറയുമ്പോൾ ചിരിക്കാനും നിങ്ങൾ കണ്ണുരുട്ടുമ്പോൾ പേടിക്കാനും ശീലിച്ച ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഞാനുണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട. എന്റെ പണി ഞാൻ അന്തസ്സായിട്ട് ചെയ്യും, അന്തസ്സുള്ളവർക്ക് വേണ്ടി ചെയ്യും. മനസ്സിലായോ നിങ്ങൾക്ക്? ഓ എന്താ ചൂട്. എടി മോളെ, ഞാനേ ആ മുറിയിലേക്ക് ഒന്ന് ചെല്ലട്ടെ. ഡോ, അവരോട് ചെന്ന് കൃത്യമായി സംസാരിച്ച് ഷൂട്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്ക്. ഞാൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കൃത്യമായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അവര് ഷൂട്ട് ചെയ്യുന്നതിന്റെ അടുത്ത് പോലും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ചിലപ്പോ അത് മനസ്സിലായെന്ന് വരില്ല. ഏതോ ഒരുത്തനെ പറ്റിച്ച കാശല്ലേ. ഏയ്, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ലേ? പിന്നെ ഞങ്ങൾ കാശുണ്ടാക്കുന്ന മാർഗം നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നേ? നിങ്ങൾ കാശുണ്ടാക്കിയ മാർഗം അന്വേഷിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അനാവശ്യമായി എന്റെ തലയിലേക്ക് ഒരാൾ കയറിയാൽ അയാളുടെ മേൽവിലാസം ഞാൻ അന്വേഷിച്ചിരിക്കും. താൻ എന്ത് കണ്ടിട്ടാ അഹങ്കരിക്കുന്നേ?